പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലുണ്ട്? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരും. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറ്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്കറിയണോ? അറിയണോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ओम पिता पिता है, 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 ओम पिता है, ओम पिता पिता है, ओम पिता है, जोड़ी 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 ओम पिता. ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. എന്തിനാ ഗോപാലനല്ലേ? അണ്ണാനും മരഞ്ചാടിയൊന്നും അല്ല, കടത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ. തച്ചോളി മാണിക്കോ തോതേലക്കുറിപ്പ്. അംഗം കുറിക്കാൻ വന്നേണ്. വിളിയടി ഇവിടുത്തെ അപ്പിയ ആരെ? കനകാംബര കുറിപ്പിന. എന്താണാവോ കാര്യം? എന്റെ ഉറപ്പിറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം വീട്ടണം. അണ്ണൻ എന്താ പ്രാന്തുണ്ടോ? ഉണ്ടടി, നിന്റെ മാപ്പാക്കി. കനകാംബരം ഭ്രാന്താശുപത്രി കാണിച്ചു കൂട്ടിയതല്ല, സങ്കീർത്തനെന്ന് സൗവർണിയെന്ന് എന്തായിരുന്നു യാതിന്റെ ദിലീപ് വ്യാധി വരെ എന്നെ വിളിച്ച് പറഞ്ഞു. മാർക്കാണ്ട ഗോപാലന്റെ ഉടപ്പിറന്നാക്കി ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്റെ ചങ്ക പോന്നോണ്. ഉടപ്പിറന്നോളെ കുറിച്ച് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിളിച്ചോണ്ട് പോ. ഗ്യാപ്പ് ഗോപാല പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്ന് അടുത്താള് ഇതാണ് അച്ചച്ചേ. ഇത് ഹോണ്ടയിലെ ഗോൾഡ് വീക്ക് തന്നെ ബൈക്കാണ്. എടുക്കും, കൺഫേം. നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഈ വണ്ടി എടുക്കുക, വണ്ടി നോക്കാനും ഫോട്ടോകൾ എടുക്കാനും ഷോറൂമിൽ പോയിട്ട് ഞാൻ ട്രൗസർ ഇട്ടിട്ടുള്ളൂ. ഏതൊരു കഞ്ഞി വന്നിട്ട് ഇവർ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കയറി തന്നാ പിന്നെ എടുക്കാം. ഒരിടയ്ക്ക് രോമാഞ്ചായിരുന്നു ഈ സാധനം. ഇതാ ഇത് അല്ലെ ബോറടി. ഇങ്ങോട്ട് പോയാലോ? ഐശ്വര്യ എവിടെ പോയാലോ? പൈസ ഉണ്ടോ? പൈസ ഇല്ല. എന്റെ പാപ്പയുടെ വണ്ടി പോ. ചാവി പാപ്പാടയിലാണ്. പാപ്പാടയിൽ ചാവി വാങ്ങിയാ പോരെ? പാപ്പ വീട്ടിയില്ല. അങ്ങനെ അടുത്തൊരു സ്ഥലമുണ്ട്, പിന്നെ അവിടെ പോവാം. പോവാം. പക്ഷെ അവിടെ ഒരു മാസമായിട്ട് ആളെ കയറ്റില്ല. അങ്ങനെ ഈ ഒരു കല്യാണം ഉണ്ട്. പിന്നെ പോവാ. പക്ഷെ അടുത്ത ഞായറാഴ്ചയാണ് പോകുന്നത്. 4 മണിയായി. പിന്നെ പെണ്ണിനെ കാണാൻ പോകണ്ടേ? അതിനെനിക്ക് പെണ്ണില്ലല്ലേ. എന്റെ അല്ല, ഇവന്റെ. ഇതാളിയ എന്റെ കൊച്ചെത്ര പഠിക്കുന്നു? 10 അകത്ര വയസ്സുണ്ട്? 17. ഞാൻ 10 പഠിച്ച വേണ്ടി 16 വയസ്സായി. അപ്പോൾ എന്നെ കാട്ടി മൂത്ത.
ഇത് വല്ല മൂഞ്ചിക്കലായിരിക്കും. ഇതെനിക്കറിയാം. ഇത് ഗൈസ് ഇത് ഇന്നലിങ്ങ നല്ല കൊച്ചാർന്നു. ഇതേപോലെ ആയിരുന്നു അവന്റെ പാപ്പൻ. പുള്ളി കാണാൻ ഏകദേശം ഇതേപോലെ ഏട്ടാ. അത് കരയാതെ It was at this moment that he knew he fucked up. മാവാട്ടിയാൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ആട്ടുകല്ലാട്ടിയാൽ ഇഡ്ഡലി കിട്ടുമോ? സാറിന് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം സാറേ? സാറിനെ സമ്മതിക്കണം. ഞായറാഴ്ച അവധിയാണോന്ന് അറിയാൻ കലണ്ടറിൽ നോക്കേണ്ട ആവശ്യമില്ല. ശനിയാഴ്ച ആരെങ്കിലും ചോദിച്ചാ പോരെ? എന്തു വലിയ തത്വം നിറഞ്ഞ ഉദാഹരണം. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഇവിടെ ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. പിന്നെ ഉദാഹരണം. സമയത്തിന് ഊണ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. വേറെ ഉദാഹരണം. ഉദാഹരണം പറഞ്ഞതല്ല, ഉച്ചയായി ഊണ് കഴിക്കാന്ന് പറയാ. കറക്റ്റ് മാജിക്കില്ലേ? ഒന്നര ലിറ്റർ പെട്രോൾ വാങ്ങി